ഗുഡ് മോർണിംഗ്. വീണ്ടും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. താൻ സ്നേഹിക്കുന്നതിന് കർത്താവ് എബ്രൂസ് ചാപ്റ്റർ 12:6 താൻ സ്നേഹിക്കുന്നതിന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറിയ പണിയെടുത്തിട്ട് അടിക്കുകയില്ലേ? ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. അപ്പോൾ ചിലത് നമുക്ക് സഹിക്കേണ്ടി വരും. ചില വിഷമങ്ങൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങളുണ്ടാവും. എനിക്കതിനുശേഷം ഒരു 6 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആദ്യം ഒരു വിഷമം തോന്നി. പക്ഷേ പെട്ടെന്ന് ഈ വചനം ഓർമ്മ വന്നു. കർത്താവ് സ്നേഹിക്കുന്നവരെ കർത്താവ് അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. അതല്ലേ ഏറ്റവും വലുത്. ബാക്കിയെല്ലാം കർത്താവ് പിന്നെ പരിഹരിക്കാവുന്നതും അല്ലെ കർത്താവ് തന്നതുമല്ലേ. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. എന്നാൽ ഡിസിപ്ലിനിങ്ങിന് വേണ്ടി നമ്മൾ ഈൽഡ് ചെയ്യണം, അല്ലാണ്ട് റിബല്യസ് ആകുകയില്ല. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. ഉറപ്പിക്കുക. ഡിസിപ്ലിൻ കിട്ടുമ്പോൾ ഓർത്തോളം നമ്മളെ മക്കളാണെന്നുള്ള വീണ്ടും കർത്താവ് ഉറപ്പിക്കുകയും. അപ്പോൾ പിന്നെ ഞാൻ നിരാശപ്പെടുന്നത്. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? അപ്പൻ ഡിസിപ്ലിൻ ചെയ്യാത്ത ഏത് മക്കളാണ്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികൾ. എന്ന് പറഞ്ഞാൽ പിതാവ് മക്കളായിട്ട് സ്വീകരിക്കുന്ന എല്ലാവരെയും അവരെല്ലാം ഡിസിപ്ലിൻ കൂടെ കടന്നു. അത് അപ്പോസ്തലന്മാരുൾപ്പെടെ താഴോട്ടുള്ള മുഴുവൻ പേരും. അത് നമുക്ക് ലഭിച്ചില്ലെങ്കിലോ നമ്മൾ അതിനെക്കാട്ടി എബോവാണെന്നാണോ? അങ്ങനെയല്ല വചനം പറയുന്നത്. നമ്മൾ ജാരസന്തതികളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനില്ലാത്തവരാണ്. ഇതിനും പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിനെ വിധേയരായി ജീവിക്കേണ്ടതല്ലേ? നമ്മുടെ ഭൂമിയിലെ അപ്പന്മാർക്ക് നമ്മൾ വിധേയപ്പെട്ടില്ലേ? സ്വർഗസ്നായ പിതാവിനെ വിധേയപ്പെടാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതിനാണ് ഈ പരാതി പുറകുറുപ്പും എത്ര അധികം. ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചില്ലേ? നമ്മുടെ ചെറുപ്പകാലത്ത് അവർക്ക് കിട്ടിയ ബോധ്യം, അവരുടെ അറിവും വെച്ചിട്ട് നമ്മളെ കുറേ കാര്യങ്ങൾ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താ പറയുക? കർത്താവ് ദാസന്മാരല്ല വേണ്ടത്. പല ആൾക്കാരും ദാസ്യപ്പണി ചെയ്യാറുണ്ട്. അങ്ങനെ ദാസപ്പണി ചെയ്യാനാണെങ്കിൽ അത് ദൂതന്മാരിഷ്ടം പോലെ. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം പറഞ്ഞൊരു വാക്കെന്താ? അതവനെ സൃഷ്ടിക്കുന്നതിന് പറഞ്ഞൊരു വാക്കെന്താ? നമുക്ക് നമ്മുടെ ഛായയിലും സ്വരൂപത്തിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജിലും ക്യാരക്ടറിലും മനുഷ്യനെ സൃഷ്ടിക്കാം. എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെയാണോ പരിശുദ്ധനായിരിക്കുന്നത്, യേശുക്രിസ്തു എങ്ങനെയാണോ ഭൂമി ജീവിച്ചത്, അതിനോട് അനുരൂപരായിട്ട് ജീവിക്കാനായിട്ടാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചത്. അതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മളെക്കുറിച്ചുള്ള ഓരോ ദൈവത്തിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ക്രിസ്തുവിനെ പോലെ ആ പെർഫെക്റ്റായിട്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനോട് അനുരൂപരാണ്. ഇത് മനസ്സിലാക്കാതെ ഒത്തിരി ആൾക്കാർ ഒത്തിരി പണികൾ ചെയ്യാറുണ്ട്, ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്, ഒത്തിരി ചാരിറ്റി ചെയ്യാറുണ്ട്, ഒത്തിരി അതും ഇതൊക്കെ കാണിച്ച് ഈ ലക്ഷ്യത്തിൽ നിന്നാകുന്നു പോകാം. ഈ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ബാക്കിയെല്ലാം നമ്മുടെ ചാരിറ്റിയും നമ്മുടെ സുവിശേഷ പ്രവർത്തനം എല്ലാം. ഏറ്റവും ആദ്യമേ വേണ്ടിയിരുന്നത് എന്നെ വിളിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു വരാൻ. അതാ കേട്ടോ, ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ നന്മയ്ക്ക്. നമ്മുടെ ഭൗമിക പിതാക്കന്മാരെ നമ്മൾ കുറേ കാലം പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക്. 2, തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നത്, തൻ്റെ ഹോളിനെസ്സിൽ, ദിവ്യ സ്വഭാവത്തിൽ. നമ്മളെ വിളിച്ചേക്കുന്ന ദൈവത്തെ ചുമ്മാ ഇമിറ്റേറ്റ് ചെയ്യാനല്ല കേട്ടോ, യേശുക്രിസ്തുവിനെ ചുമ്മാ ഇമിറ്റേറ്റ് ചെയ്യാനല്ല കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീ, ഫയറിൻ്റെ ഒരു നമുക്ക് പെയിൻറ്റ് ചെയ്താൽ അതിന് വലിയ ചൂട് കാണും. എന്ന് പറഞ്ഞാൽ പലരും യേശുക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവത്തെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല കർത്താവ് വിളിച്ചേക്കുന്നത് അതിൽ പങ്കുകാരാകുക. അതിപ്പോൾ വായിച്ചത് അവൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുക, പാർട്ടേക്ക് ചെയ്യുക, ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാണ്. അതാ വാസ്തവത്തിൽ നടക്കുന്നത്. അല്ല യേശുക്രിസ്തുവിൻ്റെ ജീവിതം പഠിച്ചേച്ച് ഞാൻ ഇനി അതുപോലെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ എന്താ പറഞ്ഞത് നമ്മളൊരു ഒരു ഒരു പ്രയത്നത്തിൽ, സ്വന്തം പ്രയത്നത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യുക, കുറേ ചാറ്റ് ചെയ്യുക, കുറേ പേരുടെ സുവിശേഷം പറയുക.
നമ്മൾ ആദ്യമേ കർത്താവിൻ്റെ സ്വഭാവത്തിൽ പങ്കുകാരായി നമ്മുടെ സ്വഭാവം മാറി പരിശുദ്ധാത്മ നമ്മളെ റിന്യൂ ചെയ്തു. കർത്താവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങുമ്പോൾ അത് സ്പോണ്ടേനിയസ് ആയിട്ട് കർത്താവിൻ്റെ ജീവൻ നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. സ്നേഹത്തിൽ നമ്മുടെ നന്മയ്ക്ക് തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകാൻ വേണ്ടിയാണ്. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇത് പ്രാക്ടിക്കലി ചെയ്ത ഒരു സംഭവമാണ് ഞാനീ പറയുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടെ അത് പിടികിട്ടാൻ. എല്ലാ ശിക്ഷണവും തൽക്കാലം എനിക്ക് കുറച്ച് സമയത്ത് ഇച്ചിരി പ്രയാസമായിരുന്നു. പൈസ പോയി, സമയം നഷ്ടം, വെറുതെ ഒരു 3 മിനിറ്റ് ഞാൻ ഇറങ്ങിയ കാര്യമൊക്കെ കുറേ മനസ്സിൽ ചെയ്ത് വിളിച്ചു. അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു കുറച്ച് സമയത്ത് പ്രയാസം. സന്തോഷപ്രദത്തിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവമായ ഫലം ലഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഡിസിപ്ലിൻ നടക്കുന്നവർ അവരുടെ കാലാന്തരത്തിൽ എന്ന് പറഞ്ഞാൽ സമയം അതിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ, അങ്ങനെ ട്രെയിൻ ചെയ്യുന്നവർ ഓരോ നമ്മൾ കാലം കഴിയും തോറും നീതിയുടെ സമാധാനപൂർവമായ ഫലം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് വരാൻ തുടങ്ങും. എന്താ? കർത്താവ് ഡിസിപ്ലിൻ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ പരിശുദ്ധി പങ്കാളികളായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഫലം നമ്മളിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്തു കർത്താവ്